കോഴിക്കോട് താമരശ്ശേരി അമ്പഴന്തോട് ഫ്രഷ് കട്ട് അറവുമാലിന്യ സംസ്കരണ പ്ലാന്റ് വിരുദ്ധ സമരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ കൂടുതൽ ആളുകളെ പ്രതി ചേർത്തേക്കും. സംഭവത്തിൽ പ്രതികൾക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. കരിമ്പലാക്കുന്ന് വീടുകളിൽ നടന്ന റെയ്ഡിൽ ആരെയും കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചിട്ടില്ല. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നു. അഭിന, അറവുമാലിന്യ സംസ്കരണ പ്ലാന്റ് വിരുദ്ധ സമരത്തിൽ കൂടുതൽ ആളുകളെ പ്രതി ചേർത്തേക്കും. സംഭവത്തിൽ പ്രതികൾക്കായുള്ള തിരച്ചിലും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അരുണിമ, ഇന്നലെ മാത്രമായി 6 FIR മാത്രമാണ് പോലീസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് കൂടുതൽ ആളുകളെ പ്രതി ചേർത്തേക്കും എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ 8 കേസുകളാണ് ഇന്നലെ മാത്രമായി FIR ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ ആളുകളെ പ്രതി ചേർത്ത് കൂടുതൽ ആളുകൾക്കെതിരെ കേസെടുക്കാനും പോലീസ് തീരുമാനമെടുത്തിട്ടുണ്ട്. ഇന്ന് വീണ്ടും ഒരു കേസ് വന്നിട്ടുണ്ട്. ഈ ഫ്രഷ് കട്ട് സ്ഥാപനത്തിലെ ഒരു ഉടമയാണ്, ഒരു തൊഴിലാളിയാണ് ഇന്ന് ഇത്തരത്തിൽ വീണ്ടും ഒരു പരാതി നൽകിയിരിക്കുന്നത്. സമരസമിതി പ്രവർത്തകരായ 28ഓളം പേരെ പ്രതി ചേർത്തിട്ടാണ് ഈ ഒരു കേസ് എടുത്തിരിക്കുന്നത്. കമ്പിവടികളും മാരകായുധങ്ങളും ഉപയോഗിച്ച് ജീവനക്കാരനെ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പുതിയ FIR നൽകിയിരിക്കുന്നത്. പരിക്കേറ്റ രാജിനാണ് പരിക്കേറ്റിട്ടുള്ളത്. ഈ രാജിനെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് കഴിഞ്ഞ ദിവസം പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം താമരശ്ശേരിയിലെ താലൂക്ക് ആശുപത്രിയിലായിരുന്നു പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പരിക്ക് അല്പം ഗുരുതരമായതിനെ തുടർന്നാണ് പിന്നീട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ താമരശ്ശേരി അമ്പലമുക്ക് ഭാഗങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലൊരു റെയ്ഡ് നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരെയും കസ്റ്റഡിയിൽ എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ FIR ഇട്ടതിൽ ഏകദേശം 8ഓളം പേർക്കാണ് ഇതുവരെ FIR ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ FIR-ൽ പറയുന്ന പ്രകാരം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വധശ്രമത്തിനും അതുപോലെ തന്നെ ഗൂഢാലോചന തുടങ്ങിയ കേസുകളും നിരവധി വകുപ്പുകളാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കെല്ലാം തന്നെ ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഫോറൻസിക് വിദഗ്ധരടക്കം ഇവിടെ എത്തി പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയാക്കി മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റ് പ്രതിപക്ഷാംഗങ്ങളെല്ലാം തന്നെ പറയുന്ന ഒരു കാര്യം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ താമരശ്ശേരിയിൽ ഒരു പ്രതിഷേധ മാർച്ച് അല്ലെങ്കിൽ ഒരു സമരം തന്നെ ഇന്ന് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് ഏകദേശം 10 മണിയോട് കൂടിയാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും കോൺഗ്രസ് ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ, അതായത് ഈ ഒരു സംഘർഷത്തിന് പിന്നിൽ വലിയൊരു മാഫിയ തന്നെയുണ്ട്. അതിന്റെ ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ള ആളുകളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി നടപടിയെടുക്കണമെന്നും തീയിട്ടവരെ കണ്ടെത്തണമെന്നുമുള്ളതാണ് പ്രധാനമായും കോൺഗ്രസിന്റെ ഒരു ആവശ്യം. അതുകൊണ്ട് തന്നെ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. അതേസമയം സമരസമിതിയിൽ ഉണ്ടായിരുന്ന DYFI നേതാവാണ് ഈ ഒരു കേസിലെ 1ാം പ്രതിയായിട്ട് പോലീസ് FIR ചേർത്തിരിക്കുന്നത്. ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലും ഇപ്പോൾ പോലീസ് ഊർജിതമായി തന്നെ തുടരുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും മറ്റ് നടപടികളെല്ലാം തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുക. ഇന്ന് ഒരു പക്ഷേ കൂടുതൽ FIR ചേർക്കുന്നതിനോടൊപ്പം തന്നെ കൂടുതൽ ആളുകളുടെ അറസ്റ്റിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അരുണിമ, അഭിന, ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട ആളുകളെ പ്രതി ചേർത്ത സാഹചര്യത്തിലും വീടുകളിൽ നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ടും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതികരണമോ പ്രതിഷേധമോ ഉണ്ടായിട്ടുണ്ടോ? അരുണിമ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കണ്ടത് നാട്ടുകാരുടെ പ്രതിഷേധം തന്നെയാണ്. അത് ഇപ്പോഴും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ആ ഒരു പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. കാരണം നമുക്കറിയാം 2019 ഈ ഒരു കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. അതായത് ഈ നാട്ടുകാർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യഘട്ടങ്ങളിൽ ഈ ഒരു ഫാക്ടറി ഇവിടെ വരുന്നത് ഒരു വെള്ള കുപ്പിയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്പനിയാണ് എന്നുള്ളതാണ് നാട്ടുകാരെ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ഈ ഭാഗങ്ങളിൽ നിന്നും വലിയൊരു ദുർഗന്ധം വമിക്കുകയും പിന്നീട് ഇത് പുഴകളിലേക്ക് എത്തുകയും പുഴകളിലേക്ക് കുളിക്കാൻ പോകുന്ന ആളുകൾക്ക് ചൊറിച്ചിലും അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങളെല്ലാം തന്നെ പിടിപെട്ടതിനെ തുടർന്ന് നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഫാക്ടറിയിൽ അറവു മാലിന്യങ്ങളുടെ ഒരു സംസ്കരണ കേന്ദ്രമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് പിന്നീട് നാട്ടുകാർ എല്ലാം തന്നെ കണ്ടെത്തുന്നത്. പിന്നീട് നാട്ടുകാർ എല്ലാം കൂടി ചേർന്നാണ് ഇവിടെ ഒരു ജനകീയ സമര സമിതി തന്നെ രൂപീകരിക്കുകയും പിന്നീട് ഇവിടെ പലതരത്തിലുള്ള സമര പരിപാടികളും നമ്മൾ കണ്ടതാണ്.
കൂടാതെ തന്നെ ഈ പ്രതിപക്ഷങ്ങൾ പല രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ ഇതിൽ വലിയ രീതിയിൽ ഒരു പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഇവിടെ രാപ്പകൽ സമരം ഉൾപ്പെടെ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ഫലം കണ്ടില്ല എന്ന് മാത്രമല്ല, കോടതി ഇതിന് അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതും പോസിറ്റീവായിട്ടുള്ള ഒരു അനുമതി മാത്രമാണ് ഇതിനെതിരെ നൽകിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ഒരു കേസ് നിലവിൽ ഇപ്പോൾ കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. കോടതിയുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഇവിടെ എല്ലാ സമയത്തും ഇവിടെ വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഈ ഒരു കമ്പനിക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയായിരുന്നു അന്ന് ആ ഒരു പ്രതിഷേധം നടക്കുമ്പോൾ പോലും ഈ ഒരു ഭാഗങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ ഒരു പോലീസ് സന്നാഹം അവിടെ തമ്പടിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും പോലീസിന്റെ കയ്യിൽ നിന്ന് പോലും ഇത് വളരെ വഴുതിപ്പോയ ഒരു സംഭവമായിട്ടാണ് കരുതുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫാക്ടറി കത്തിക്കുന്നതും അതോടൊപ്പം തന്നെ ഈ ജീവനക്കാരെ ഫാക്ടറിക്കുള്ളിൽ പൂട്ടിയിട്ട് മർദ്ദിക്കാൻ ശ്രമിക്കുന്നതും അതോടൊപ്പം തന്നെ ഫാക്ടറിയിൽ തീയിടുന്നതിന് തൊട്ട് മുൻപ് വാഹനങ്ങളിലെ പെട്രോൾ പമ്പ്, അതായത് പെട്രോൾ ഭാഗങ്ങൾ എവിടെയാണ് എന്ന് കൃത്യമായി നോക്കിക്കൊണ്ടായിരുന്നു ഈ വാഹനങ്ങളിലും അതുപോലെ തന്നെ ഈ ഫാക്ടറികളിലെല്ലാം തന്നെ തീയിടാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചപ്പോൾ പോലും പോലീസിന് മനസ്സിലായ ഒരു കാര്യം. ഇത് പോലീസ് നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നാട്ടുകാരുടെ പക്ഷത്തിലേക്ക് വരികയാണെങ്കിൽ നാട്ടുകാർ കഴിഞ്ഞ കുറേ കാലങ്ങളോളമായി പ്രതിഷേധം തുടരുകയും അതോടൊപ്പം തന്നെ ഇതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയും പലതവണ പരാതി നൽകുകയും പഞ്ചായത്തിനും ജില്ലാ ഭരണകൂടത്തിനും ഉൾപ്പെടെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെയും അല്ലെങ്കിൽ മറ്റ് ആളുകളുടെ ഭാഗത്തു നിന്നും കൃത്യമായൊരു മറുപടി ഇവർക്ക് ഈ നാട്ടുകാർക്ക് അനുകൂലമായിരുന്ന മറുപടി ലഭിച്ചിട്ടുണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, ഈ ദുർഗന്ധം കാരണം നിരവധി ആളുകൾ കിടപ്പിലായി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നാട്ടുകാർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ ഈ ദുർഗന്ധം കാരണം ഈ കൂടുതൽ അസുഖം ബാധിക്കുകയും അതുപോലെ തന്നെ ശ്വാസമുട്ടൽ ഉൾപ്പെടെ പ്രായമായവർക്ക് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. മറ്റ് ഭാഗങ്ങളിൽ, അതായത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ തങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നവർ പോലും വെള്ളം കുടിക്കുന്നില്ല തുടങ്ങിയ ഒരു ആശങ്കയും ഈ താമരശ്ശേരി നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ കൃത്യമായൊരു നടപടി വേണം. നാട്ടുകാരുടെ ഈ ഒരു ദുരിതാവസ്ഥയ്ക്ക് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ഈ കമ്പനിയുടെ ഭാഗത്ത് നിന്നും പറയുന്നത് കമ്പനി കൃത്യമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, മറ്റൊരു പ്രശ്നങ്ങളും കമ്പനിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഉണ്ടാക്കുന്നില്ല തുടങ്ങിയ കാര്യമാണ് കമ്പനി പ്രധാനമായും പറയുന്ന ഒരു കാര്യം. അരുണിമ, വ്യക്തമാണ് അഭിന. കോഴിക്കോട് ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് വിരുദ്ധ സമരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ കൂടുതൽ ആളുകളെ പ്രതി ചേർത്തേക്കും. സംഭവത്തിൽ പ്രതികൾക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. വീടുകളിൽ നടന്ന റെയ്ഡിൽ ആരെയും കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അഭിന പി ചിറക്കലാണ്.